വൈവിധ്യമാർന്ന പുസ്തകങ്ങൾ, പ്രമുഖ എഴുത്തുകാരുമായുള്ള ആശയവിനിമയം, സാംസ്കാരിക ചർച്ചകൾ, ചിന്തയുടെയും വായനയുടെയും വിപ്ലവകരമായ സംഗമഭൂമിയാകുന്ന നിയമസഭ. തലസ്ഥാന നഗരി അക്ഷരനഗരിയായി മാറുന്ന 7 നാളുകൾ. അറിവിന്റെയും സംവാദങ്ങളുടെയും ജാലകം തുറന്ന് 4ാമത് കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന് തുടക്കം കുറിക്കുകയാണ്. 2026 ജനുവരി 7 മുതൽ 13 വരെ തിരുവനന്തപുരം നിയമസഭാ മന്ദിരം വൈജ്ഞാനിക സംഗമത്തിന് വേദിയാകുകയാണ്. ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്ന ജനാധിപത്യത്തിന്റെ ശ്രീകോവിലിൽ ചിന്തയുടെയും വായനയുടെയും വസന്തം വിരിയുന്ന നാളുകളാണ് ഇനി വരുന്നത്. സാഹിത്യത്തിലൂടെ ചിന്തകൾക്ക് നിറം പകരുമ്പോൾ രുചിമുകുളങ്ങളെ ആസ്വദിപ്പിക്കുന്ന രസക്കൂട്ടുകൾ നിറഞ്ഞ ഫുഡ് കോർട്ടിൽ സൗഹൃദങ്ങളെ അരക്കിട്ടുറപ്പിക്കാം. അക്ഷരങ്ങൾ പൂക്കുന്ന നിയമസഭാ അങ്കണത്തിലേക്ക് പുസ്തകോത്സവത്തെ അതിസമ്പന്നമാക്കാൻ ബുക്കർ പ്രൈസ് ജേതാവ് ബാനു മുഷ്താഖ്, എഴുത്തുകാരായ ടി പത്മനാഭൻ, NS മാധവൻ, മാധ്യമപ്രവർത്തകരായ P സായിനാഥ്, റാണ അയൂബ്, സംഗീതജ്ഞൻ ഡോക്ടർ TM കൃഷ്ണ, എഴുത്തുകാരി തസ്ലീമ നസ്രിൻ, CPIM ജനറൽ സെക്രട്ടറി MA ബേബി, സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ തുടങ്ങി വിവിധ മേഖലകളിലെ പ്രമുഖരും എത്തും. പുതുതലമുറയ്ക്കായി ഒരുക്കുന്ന പ്രത്യേക വേദിയായ സ്റ്റുഡൻസ് കോർണർ വിദ്യാർത്ഥികൾ രചിച്ച പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യാനുള്ള വേദി കൂടിയാണ്. വായനയെ സ്നേഹിക്കുന്നവർ ഒത്തുകൂടുന്ന അക്ഷരമുറ്റമായി മാറുന്ന നിയമസഭാ അങ്കണത്തിൽ ഇത്തവണ മറ്റൊരു പ്രധാന ആകർഷണം പുസ്തകോത്സവം കൊടിയേറുമ്പോൾ ഒപ്പമെത്തുന്ന തെയ്യങ്ങളുടെയും വരവാണ്. ജനുവരി 8 മുതൽ 12 വരെ വടക്കൻ കേരളത്തിന്റെ തനതു കലാരൂപമായ തെയ്യം നിയമസഭാംഗണത്തിൽ അവതരിപ്പിക്കപ്പെടും. കലയും സാഹിത്യവും സമ്മേളിക്കുന്ന, ചിന്തയും വായനയും ഒരുമിക്കുന്ന സാംസ്കാരിക ഉത്സവമാണ് KLIBF. പുസ്തകപ്രേമികളും കലാസ്വാദകരും നിയമസഭയിലേക്ക് ഒഴുകിയെത്തുന്ന ഒരാഴ്ചക്കാലമാണ് ഇനി തിരുവനന്തപുരത്തിന്. ഡിജിറ്റൽ ഡെസ്ക്, കൈരളി ന്യൂസ്.